ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രിയിൽ ഈ ഗൂഗിൾ മീറ്റിലും ഫേസ്ബുക്കിലും അതുപോലെ തുടർന്ന് റെക്കോർഡഡ് വീഡിയോ യൂട്യൂബിലുമൊക്കെ കാണുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ഒരിക്കൽ കൂടെ എൻ്റെ ക്രിസ്തീയ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു. ഇന്ന് രാത്രി പിന്നെയും നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിൽ പ്രകാരം ദൈവത്തിൻ്റെ വചനവുമായിട്ടായിരിക്കാൻ കർത്താവ് സഹായിക്കുന്ന കൃപയെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നമ്മൾ വീണ്ടും നമ്മുടെ എഫേസ് ലേഖന പഠനത്തിലേക്ക് മടങ്ങി വരികയാണ്. എഫേസ് ലേഖനം 1-ാം അധ്യായത്തിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയിരിക്കുന്ന ആത്മീക അനുഗ്രഹങ്ങൾ, അതാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. അതിലെ അവസാനത്തെ ആത്മീക അനുഗ്രഹം എന്ന് പൗലോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിരിക്കുന്ന ആ ലിസ്റ്റിലെ അവസാനത്തെ ആത്മീക അനുഗ്രഹം ദൈവത്തിൻ്റെ ആത്മാവിനാൽ നമ്മെ മുദ്രയിട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ ദിവസങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവം നമ്മെ മുദ്രയിട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലാതിരുന്നവർക്ക് അതിൻ്റെ യൂട്യൂബ് വീഡിയോ യൂട്യൂബിൽ ലഭ്യമാണ്. നിങ്ങൾ താല്പര്യമുള്ളവർക്ക് യൂട്യൂബിൽ പോയി അത് കാണാവുന്നതാണ്. ഇന്ന് രാത്രി നമ്മൾ പിന്നെയും ആ ക്ലാസ് മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് ദൈവത്തിൽ ശരണപ്പെടുകയാണ്. എഫേസ് ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചത്. ആ വാക്യങ്ങൾ ഞാൻ ഒരിക്കൽ കൂടെ വായിക്കട്ടെ. അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് തൻ്റെ സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിനു വേണ്ടി തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. അപ്പം ഇവിടെ ആ മുദ്ര എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ് എന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചത്. ഈ 2 വാക്യങ്ങളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന അപ്പോസ്തലനായ പൗലോസ് ഉപയോഗിച്ചിരിക്കുന്ന ഓരോ വാക്കുകളും വളരെ പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കേണ്ട വാക്കുകളാണ്. വെറുതെ ഓടിച്ചു വായിച്ചു പോകാനായിട്ട് നമുക്കൊരിക്കലും സാധിക്കാത്തതാണത്. അതിലുപയോഗിച്ചിരിക്കുന്ന ഓരോ വാക്കുകൾക്കും വളരെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഞാൻ ഈ 2 വാക്യങ്ങളിൽ ഒരു 2-3 ആഴ്ച കൂടെ നിൽക്കാനായിട്ടാണ് സാധ്യത. എന്താണെങ്കിലും അങ്ങനെ ആകട്ടെ. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ദൈവം നമ്മെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് എന്ന് നമ്മൾ ചിന്തിച്ചു. ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് എപ്പോഴാണ് ദൈവം നമ്മളെ ഈ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടത് എന്നാണ് ചിന്തിക്കാനായിട്ട് പോകുന്നത്. അത് നമ്മളറിയണമല്ലോ, എപ്പോഴാണ് പരിശുദ്ധാത്മാവിനാൽ ദൈവം നമ്മെ മുദ്രയിടുന്നതെന്ന്. നമ്മളതിൻ്റെ 13-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട്. അപ്പം അവിടെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ആ സുവിശേഷം എന്ന സത്യവചനം കേൾക്കുകയും വിശ്വസിക്കുകയും ചെയ്തത് കൊണ്ടാണ് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങളെ എന്ത് ചെയ്തിരിക്കുന്നത്, മുദ്രയിട്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ മുദ്രയിടാനായിട്ട് ഈ വാക്യങ്ങൾ നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന ഒരു വ്യവസ്ഥ അല്ലെങ്കിൽ കണ്ടീഷൻ എന്ന് പറയുന്നത്, നാം സുവിശേഷം എന്ന സത്യവചനം കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. വാസ്തവത്തിൽ മലയാളത്തിൽ അവിടെ വിശ്വസിക്കുക എന്നുള്ള ഒരൊറ്റ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിലും നമ്മൾ ആധികാരികമായിട്ടുള്ള ഇംഗ്ലീഷ് തർജ്ജമകളൊക്കെ വായിക്കുമ്പോൾ അവിടെ 2 വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ബിലീവ്ഡ് ആൻഡ് ട്രസ്റ്റഡ് എന്നുള്ള 2 വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. വാസ്തവത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഓരോ വാക്കുകൾക്കും വളരെ അർത്ഥങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ ആ 2 വാക്കുകളും 2ആയിട്ട് തന്നെയായിരിക്കും ഞാൻ എടുക്കുക. ബിലീവ്ഡ് ആൻഡ് ട്രസ്റ്റഡ് എന്താണ് ആ വാക്കുകളുടെ അർത്ഥമെന്ന് ഈ ക്ലാസ് കുറച്ചുകൂടെ മുമ്പോട്ടേക്ക് പോയി കഴിയുമ്പോൾ, ഒരുപക്ഷെ അടുത്ത 2 ക്ലാസ്സുകൾക്കൊക്കെ ശേഷമായിരിക്കും ഞാനത് പറയുന്നത്. എന്താണെങ്കിലും നമ്മൾ ആ 2 വാക്കുകളിലേക്ക് വരും. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങൾ അവനിൽ വിശ്വസിക്കുകയും ട്രസ്റ്റ് ചെയ്യുക, ആശ്രയിക്കുകയും ചെയ്തപ്പോൾ. ഈ 2 കാര്യങ്ങളാണ്. 1 വിശ്വസിച്ചു, 2 ആശ്രയിച്ചു.
ബിലീവ്ഡ് ആൻഡ് ട്രസ്റ്റഡ്, വിശ്വസിച്ചു, ആശ്രയിച്ചു. ഇത് രണ്ടും നിങ്ങൾ ചെയ്തപ്പോഴാണ് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നത്, മുദ്രയിട്ടിരിക്കുന്നത് എന്നാണ് നമ്മൾ വായിക്കുന്നത്. പ്രിയമുള്ളവരെ, പുതിയ നിയമം നമ്മൾ പഠിക്കുമ്പോൾ പഴയ നിയമത്തിൽ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അവ്യക്തമായിട്ടുള്ള രീതിയിൽ, അല്ലെങ്കിൽ വളരെ കുറച്ച്, നമുക്ക് അവ്യക്തമായിട്ടുള്ള രീതിയിൽ എന്നുള്ളതിനേക്കാളും വളരെ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് പഴയ നിയമത്തിൽ എന്താ ചെയ്തിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പ്രത്യേക ദൗത്യം നിർവഹിക്കാനായിട്ട്, അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ട് ഒരു പ്രത്യേക ദൗത്യം നിർവഹിപ്പിക്കുവാനായിട്ട് പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വരുന്നു. ആ ദൗത്യ നിർവഹണത്തിന് ശേഷം ആത്മാവ് തിരിച്ചു പോകുന്നു. ഈ ഒരു രീതിയാണ് നമുക്ക് പഴയ നിയമത്തിൽ കാണാനായിട്ട് കഴിയുന്നത്. എന്നാൽ പുതിയ നിയമം നമ്മൾ വായിക്കുമ്പോൾ, പഠിക്കുമ്പോൾ അവിടെ അങ്ങനെയുള്ളൊരു രീതിയല്ല നമ്മൾ കാണുന്നത്. കഴിഞ്ഞ ആഴ്ചയും അതിന് മുമ്പിലത്തെ ആഴ്ചയും ഒക്കെ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണെന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നു എന്നുമാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നു. അവൻ വന്നു പോവുകയല്ല. ഹീസ് നോട്ട് എ വിസിറ്റർ. അവനൊരു വിസിറ്ററായിട്ട് വരികയും പോവുകയും ചെയ്യുകയല്ല ചെയ്യുന്നത്. പിന്നെയോ, ഹീസ് റിസൈഡിങ് ഇൻ അവർ ബോഡി. അവൻ നമ്മുടെ ശരീരത്തിൽ വസിക്കുകയാണ്. എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന്. കർത്താവെന്ന് വെച്ചാൽ നമ്മളെ വാക്യങ്ങളിലേക്കൊക്കെ പുറകെ വരും. അപ്പം എപ്പോഴാണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രസൻസ്, അല്ലെങ്കിൽ ഇൻഡ്വെല്ലിങ്, പരിശുദ്ധാത്മാവിൻ്റെ അധിവാസം, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന് നമുക്ക് എപ്പോഴാണ് ദൈവം നൽകുന്നത് എന്ന് ചോദിച്ചാൽ, ഈ ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നു, നാം വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുമ്പോൾ. ആരിൽ? അവനിൽ. ആരിൽ? ക്രിസ്തുവിൽ. യേശുവിൽ നാം വിശ്വസിക്കുകയും യേശുവിൽ നാം ആശ്രയിക്കുകയും ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് നൽകുന്നു എന്നാണ് വേദപുസ്തകം പഠിക്കുമ്പോൾ, പുതിയ നിയമം പഠിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഞാൻ 1-2 വാക്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് നമുക്കൊന്ന് വരാം. യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ, യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 37 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 37 മുതൽ 39 വരെ. നമുക്കറിയാമത് യേശു തൻ്റെ പരസ്യ ശുശ്രൂഷ കാലയളവിൽ യെരുസലേമിലെ കൂടാരപ്പെരുന്നാളിൻ്റെ സമയത്ത് താൻ ദേവാലയത്തിൽ ചെന്ന് ഉത്സവത്തിൻ്റെ, അവിടെ നമ്മൾ 37-ാം വാക്യം ഞാനത് വായിക്കാം. അവിടെ എങ്ങനെയാണ് വായിക്കുന്നത്? ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ, അപ്പോൾ കൂടാരപ്പെരുന്നാളെന്ന് പറയുന്ന ആ യഹൂദന്മാരുടെ ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ, അവസാനത്തെ ദിവസം, യേശു ദേവാലയത്തിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുക. എന്ത് വിളിച്ചു പറഞ്ഞു? ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന്, നിങ്ങൾ ആ വാക്കൊന്ന് അടിവരയിട്ട് വായിക്കണം, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും എന്ന് പറഞ്ഞു, എന്ന് വിളിച്ചു പറഞ്ഞു. യേശു പറഞ്ഞത് എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന്. തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. അപ്പം ജീവജലത്തിൻ്റെ നദി എന്നിൽ നിന്ന് ഒഴുകാനായിട്ട് ഞാൻ എന്ത് ചെയ്യണം? അവനിൽ വിശ്വസിക്കണം. വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്നാണ് ജീവജലത്തിൻ്റെ നദികൾ ഒഴുകുന്നത്. എന്നിട്ട് 39-ാം വാക്യത്തിൽ യേശു പറഞ്ഞതിൻ്റെ അർത്ഥം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവനിത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുവാനുള്ള ആത്മാവിനെക്കുറിച്ചാകുന്നു പറഞ്ഞത്. അപ്പം യേശു ഇത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനിരിക്കുന്ന ആത്മാവിനെക്കുറിച്ചാകുന്നു പറഞ്ഞത്. അപ്പം ആത്മാവിനെ ആർക്കാണ് ലഭിക്കുന്നത്? യേശുവിൽ വിശ്വസിക്കുന്നവർക്ക്. യേശുവിൽ വിശ്വസിക്കുന്നവർക്ക്. അപ്പം ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. പരിശുദ്ധാത്മാവിന്, പുതിയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിക്കുന്നത് നാം യേശുവിൽ വിശ്വസിക്കുമ്പോഴാണ്. അപ്പം ചില ആളുകൾ ആ വാക്യം എടുത്തിട്ട് പറയാറുണ്ട്, അവിടെ
ഭാവി കാലത്തിലാണല്ലോ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ? വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനിരിക്കുന്ന ആത്മാവ്. അപ്പം വിശ്വസിച്ച് കഴിഞ്ഞ് പിന്നെ കുറേ കഴിഞ്ഞിട്ടല്ലേ ലഭിക്കുക? ആ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ചോദ്യം കൃത്യമാണ്. മാത്രമല്ല, ഞാൻ മറ്റൊരു കാര്യം കൂടെ നിങ്ങളോട് ആ വാക്യത്തിൽ പറയാം. ഇത് യേശു പറയുമ്പോൾ എന്താണ്? യേശുവിൽ വിശ്വസിച്ചിരുന്ന പല ആളുകളും ഉണ്ടായിരുന്നു, പക്ഷെ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചിട്ടില്ലായിരുന്നു. അവർക്കെല്ലാം പരിശുദ്ധാത്മാവ് ലഭിക്കുന്നത് പിന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഈ പറഞ്ഞ പ്രസ്താവന അവിടെ ശരിയാവുക എന്ന് ചോദിച്ചാൽ, പ്രിയമുള്ളവരെ, ദൈവാത്മാവിനും ദൈവവചനത്തിനും ഒരിക്കലും തെറ്റുപറ്റില്ല. 39-ാം വാക്യത്തിൻ്റെ അവസാനത്തെ വാചകം പറയുന്നത്, യേശു അന്ന് തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായകയാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു. അപ്പം അന്ന് യേശുവിൽ വിശ്വസിച്ചവർക്ക് വിശ്വസിച്ചപ്പോൾ എന്തുകൊണ്ട് ആത്മാവിനെ ലഭിച്ചില്ല എന്ന് ചോദിച്ചാൽ അതിൻ്റെ കാരണം കൃത്യമായിട്ട് അവിടെ എഴുതി വച്ചിട്ടുണ്ട്. അന്ന് യേശു തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് അന്ന് യേശുവിൽ വിശ്വസിച്ചവർക്ക് ആത്മാവ് അന്ന് ലഭിക്കാതിരുന്നത്. എന്നാൽ യേശുവിൻ്റെ തേജസ്കരണം കഴിഞ്ഞപ്പോൾ അവർക്ക് ആത്മാവിനെ ലഭിച്ചു. പക്ഷെ യേശു അവിടെ ആത്മാവിനെ ലഭിക്കാനുള്ള കണ്ടീഷനായിട്ട്, വ്യവസ്ഥയായിട്ട് വച്ചത് തന്നിൽ വിശ്വസിക്കുക എന്നുള്ളത് മാത്രമാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, യേശുവിൻ്റെ വാക്കുകൾ അന്നത്തെ കാലത്തേക്ക് മാത്രമുള്ളതല്ല, 2000 വർഷത്തിന് ശേഷം ഇന്ന് നമുക്കും ബാധകമായിട്ടുള്ളതാണ് യേശുവിൻ്റെ വാക്കുകൾ. അതുകൊണ്ടാണ് മറ്റൊരു വ്യവസ്ഥയും അവിടെ പറയാതെ അവിടെ പറഞ്ഞു, തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനിരിക്കുന്ന ആത്മാവ്. എന്നാൽ അവിടെ വരുന്ന ചോദ്യം, എന്തുകൊണ്ടെന്ന് ആത്മാവ് ലഭിച്ചില്ല? അതിന് മറുപടി, അവനൊന്ന് തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായിരുന്നു, എന്നാൽ ഇന്നവൻ തേജസ്കരിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് വിശ്വസിക്കുന്നവർക്ക് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ നൽകുന്നു എന്ന് തന്നെ നമുക്ക് ആ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കാനായിട്ട് കഴിയും. ഇനിയും മറ്റൊരു ഭാഗത്തേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം. അവിടെ നമുക്കറിയാം, ഏകദേശം 120 പേരോളം വരുന്ന യേശുവിൻ്റെ ശിഷ്യന്മാർ, അവർ ഒരു സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കുന്ന സമയത്ത് അവർ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കുന്നു എന്ന് അവിടെ പറഞ്ഞിട്ടില്ല, അത് ഉയർത്തെഴുന്നേറ്റുന്ന സമയത്താണ്, ഞാനത് മിസ്കോട്ട് ചെയ്തതാണ്. അവിടെ അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പം അവരവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മളവിടെ വായിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവ് അവരിൽ ഓരോരുത്തരുടെ മേലും ഇറങ്ങി വരുന്ന ആ ചിത്രം നമ്മളിവിടെ കാണുന്നുണ്ട്. അങ്ങനെ ഇറങ്ങി വന്നപ്പോൾ അന്നവിടെ പെന്തക്കോസ്ത് തിരുനാൾ നടക്കുകയാണ്. യഹൂദന്മാരുടെ ഒരു പെരുന്നാൾ അത്. അതിനുവേണ്ടി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലെ യഹൂദന്മാരവിടെ വന്നു ചേർന്നിട്ടുണ്ട്. ആ യഹൂദന്മാർ ഈ മുഴക്കമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അവർ അവിടേക്ക് ഓടിക്കൂടിയപ്പോൾ അവർ കാണുന്നത്, ഈ യഹൂദന്മാരായിട്ടുള്ള ആളുകൾ അവർ തങ്ങളുടെ ഭാഷയിൽ എന്ത് ചെയ്യാണ്? ദൈവത്തിൻ്റെ വൻകാര്യങ്ങളെ പ്രസ്താവിച്ചു കൊണ്ടിരിക്കുന്നവർ കാണുന്നു. അപ്പം അതൊക്കെ കണ്ട് അവർ ചില കമൻ്റൊക്കെ പറഞ്ഞപ്പോൾ നമുക്കറിയാം, പത്രോസ് അവിടെ എഴുന്നേറ്റെന്ന് പ്രസംഗിച്ചു. ആ പ്രസംഗത്തിൻ്റെ അവസാനം അതിൻ്റെ 37 മുതലുള്ള വാക്യങ്ങൾ, 37 മുതൽ 39 വരെ, അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം അതിൻ്റെ 37 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. അപ്പം ഇവർ ഈ കേട്ടുന്നവർ ചോദിക്കുക, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യണം? എന്തിനെന്ത് ചെയ്യണം എന്നാണ് ചോദിച്ചത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, പത്രോസ് അവിടെ അവരോട് പറയുന്നത് അവിടെ നടന്ന ആ ആത്മാവിൻ്റെ ഇറങ്ങിവരവിനെ കുറിച്ച് പറഞ്ഞത്. ഇത് യോവേൽ പ്രവചനത്തിൽ ദൈവം പറഞ്ഞ, തൻ്റെ പ്രവാചകൻ മുഖാന്തരം മുൻകൂട്ടി പറഞ്ഞ പ്രവചനത്തിൻ്റെ നിവൃത്തീകരണമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നാണ് പത്രോസ് അവിടെ പ്രസംഗിച്ചത്. അപ്പോൾ അവർ ചോദിക്കുക, ഞങ്ങൾ എന്ത് ചെയ്യണം? എന്തിന്? ആ ചോദ്യത്തിൻ്റെ അർത്ഥം ഇതാണ്, ഈ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് കിട്ടാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? അതാണ് ചോദ്യം.
എങ്ങനെ മനസ്സിലാകും? പത്രോസ് കൊടുത്ത മറുപടി വായിച്ചാൽ മതി. എന്താ മറുപടി? വായിച്ചേ. 38-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കുവിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. കേട്ടോ, പത്രോസ് പരിശുദ്ധാത്മാവ് ലഭിക്കുന്നതിനെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പറയുക, വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളതല്ലോ. അപ്പോൾ ഈ വന്നു കൂടിയിരിക്കുന്നവരൊക്കെ ദൂരസ്ഥന്മാരായിട്ടുള്ളവരാ. അവർ യെരുശലേമിൽ താമസിക്കുന്നവരല്ല, അവർ ദൂരത്തുനിന്ന് വന്നവരാ. പത്രോസ് പറയുക, ദൈവത്തിൻ്റെ വാഗ്ദത്തം യെരുശലേമിൽ താമസിക്കുന്നവർക്ക് മാത്രമല്ല, ദൂരസ്ഥന്മാരായ നിങ്ങൾക്കുമുള്ളതാണ്. നിങ്ങൾ യെരുശലേമിൽ നിന്ന് എത്ര ദൂരെ താമസിക്കുന്നെങ്കിലും, അത് ഇന്ത്യയിലാണെങ്കിലും അല്ലെങ്കിൽ ആഫ്രിക്കയിലാണെങ്കിലും എത്ര ദൂരെ താമസിച്ചാലും ഈ വാഗ്ദത്തം നിങ്ങൾക്കുമുള്ളതാണ്. ഏത് വാഗ്ദത്തം? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ മേൽ പകരും എന്നുള്ള വാഗ്ദത്തം. അതിന് ദൂരം വിഷയമല്ല. അപ്പോൾ എന്താ പത്രോസ് പറഞ്ഞത്? 38-ാം വാക്യത്തിൽ പത്രോസ് പറയുക, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കുവിൻ എന്ന് പറഞ്ഞു, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവ് ലഭിക്കാൻ എന്ത് ചെയ്യണമെന്ന് അപ്പോസ്തലൻ പറഞ്ഞത്? നിങ്ങൾ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടുക. കർത്താവ് ഇവരോട് പറഞ്ഞത്, നിങ്ങൾ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായിട്ട് യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ യെരുശലേമിൽ തന്നെ ഇരിക്കാനാണ്. അപ്പോൾ കർത്താവ് ഇവരോട് 2 കാര്യം പറഞ്ഞു. ഒന്ന്, എന്ത്? യെരുശലേമിൽ നിന്ന് പോകരുത്, യെരുശലേമിൽ തന്നെ ഇരിക്കണം. എന്തിനാ? പിതാവിൻ്റെ വാഗ്ദത്തം യെരുശലേമിലാണ് ഇറങ്ങുന്നത്. 2, നിങ്ങൾ കാത്തിരിക്കണം. പക്ഷേ പരിശുദ്ധാത്മാവ് പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ പത്രോസ് പറയുക, നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലമല്ല ഇവിടെ പ്രധാനം, ദൂരത്തിരിക്കുന്ന നിങ്ങൾക്കും ഈ വാഗ്ദത്തം ലഭിക്കും. പിന്നെ നിങ്ങൾ കാത്തിരിക്കണമെന്നല്ല പത്രോസ് പറഞ്ഞത്, മാനസാന്തരപ്പെട്ട് യേശുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കണമെന്നാണ് പത്രോസ് പറഞ്ഞത്. അപ്പം കർത്താവ് കാത്തിരിക്കണമെന്ന് പറഞ്ഞത് ആ ഒരു കൂട്ടത്തോട് മാത്രമുള്ള കർത്താവിൻ്റെ കൽപ്പനയായിരുന്നു. അതുകൊണ്ടാണ് പത്രോസ് കാത്തിരിക്കണമെന്ന് പറയാതിരുന്നത്. അവിടെ നിന്നങ്ങോട്ട് വേദപുസ്തകം വായിച്ചാൽ ഒരിടത്തും പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മൾ കാണുന്നില്ല. പത്രോസ് പറഞ്ഞത്, നിങ്ങൾ ലോകത്തിൻ്റെ എവിടെയായിരുന്നാലും ഈ വാഗ്ദത്തം നിങ്ങൾക്കുള്ളതാണ്. എന്താ? മാനസാന്തരപ്പെട്ട സ്നാനപ്പെട്ടാൽ ആത്മാവ് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നിങ്ങളൊരു പക്ഷേ ചോദിക്കും, ഇന്ന് പലരും മാനസാന്തരപ്പെട്ട് 2-3 വർഷമൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ സ്നാനപ്പെടുന്നതെന്ന്. ഞാനൊരു കാര്യം പറയാം, വേദപുസ്തകത്തിൽ അങ്ങനെയല്ല പറയുന്നത്. ഒരുത്തൻ മാനസാന്തരപ്പെട്ടാൽ, ഒരുത്തൻ വിശ്വസിച്ചാൽ അപ്പം തന്നെ സ്നാനപ്പെടുക എന്നുള്ളതാണ്. ഈ കുറേ കഴിഞ്ഞ് സ്നാനപ്പെടുക എന്നുള്ളത് നമ്മൾ കൊണ്ടുവന്നുണ്ടാക്കിയ ഒരു മാനുഷിക പരിപാടിയാണ്, അത് ദൈവവചനത്തിൻ്റെ പരിപാടിയല്ല. കാരണം നിങ്ങളൊന്ന് നോക്കിക്കേ, അതിൻ്റെ 41-ാം വാക്യത്തിൽ, അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു അന്ന് ഓൺ ദ സെയിം ഡേ. പത്രോസ് ഇത് പ്രസംഗിച്ചു, അവർ കേട്ടു. ആ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റ അന്ന് 3000 പേര് ചേർന്നു. ഇതാ സംഭവിക്കുന്നത്. അപ്പം വിശ്വസിക്കുക, സ്നാനമേൽക്കുക എന്ന് പറയുന്നത് ഒരുമിച്ച് നടക്കുന്ന ഒരു കാര്യമായിട്ടാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പം ആത്മാവ് നമുക്ക് ലഭിക്കുന്നത് എപ്പോഴാണ്? വിശ്വസിക്കുമ്പോൾ, യേശുവിൽ വിശ്വസിക്കുമ്പോൾ, മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടുമ്പോൾ. ഇതൊക്കെ ഒരു കാര്യമാണ് ഇതൊക്കെ. 1-2 വാക്യങ്ങളൂടെ വായിച്ചിട്ട് നമുക്ക് ആ ഭാഗത്ത് നിന്ന് മുൻപോട്ടേക്ക് പോകാം. ഗലാത്യ ലേഖനത്തിലേക്ക് നമുക്കൊന്ന് വരാം. ഗലാത്യ ലേഖനം അതിൻ്റെ 3-ാം അധ്യായത്തിലേക്ക് നമുക്കൊന്ന് വരാം. ഗലാത്യ ലേഖനം 3-ാം അധ്യായം. ഒരു മിനിറ്റ്, ഞാൻ ആ ഭാഗം ഒന്ന് എടുക്കട്ടെ. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 2-ാം വാക്യം തൊട്ട് നമുക്കൊന്ന് വായിക്കാം. 2-ാം വാക്യം, ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ പൗലോസ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം വായിച്ചിട്ട് നമുക്ക് ആരംഭിക്കാം. എന്താണ്? പൗലോസ് ഗലാത്യയുള്ള ദൈവമക്കളോട് ചോദിക്കുക, ഞാൻ ഇതൊന്നു മാത്രം നിങ്ങളോട് ഗ്രഹിക്കുവാൻ ഇച്ഛിക്കുന്നു. നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയാലോ
വിശ്വാസത്തിൻ്റെ പ്രസംഗം കേട്ടതിനാലോ? ഗലാത്യലേഖനം പൗലോസ് എന്തിനാണ് എഴുതിയത് എന്നുള്ളതിനെക്കുറിച്ച് അല്പമെങ്കിലും അറിവുള്ള ഒരു വ്യക്തി ഈ ചോദ്യത്തിന് പൗലോസിൻ്റെ മനസ്സിനകത്തെ ഉത്തരം അവൻ പറയുന്നത് ഇതായിരിക്കും: വിശ്വാസത്തിൻ്റെ പ്രസംഗം കേട്ടതിനാൽ. കാരണം നിങ്ങൾ ഗലാത്യലേഖനം മൊത്തം വായിക്കുക, പൗലോസ് അവിടെ പറയുന്നത് ന്യായപ്രമാണം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ പ്രാധാന്യമുള്ളതല്ല എന്നാണ് പറയുന്നത്. അത് തെളിയിക്കുകയാണ് ഗലാത്യലേഖനത്തിൽ താൻ പ്രധാനമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ചോദിക്കുന്നത്, നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് നിങ്ങൾ ന്യായപ്രമാണത്തിൽ എന്തെങ്കിലും പ്രവൃത്തികൾ, എന്തെങ്കിലും സൽക്കർമ്മങ്ങൾ ചെയ്തത് കൊണ്ടാണോ, അതോ വിശ്വാസത്തിൻ്റെ പ്രസംഗം കേട്ടതിനാലാണോ? ഇനി അതിൻ്റെ മറുപടി പൗലോസ് തന്നെ പറയുന്നത്, അല്ലെങ്കിൽ പൗലോസ് മറ്റൊരു ചോദ്യം ചോദിക്കുകയാണ്. എന്താണ്? അഞ്ചാം വാക്യത്തിൽ അവിടെ പറയുന്നു, എന്നാൽ നിങ്ങൾക്ക് ആത്മാവിനെ നൽകി നിങ്ങളുടെ ഇടയിൽ വീര്യപ്രവൃത്തികളെ ചെയ്യുന്നവൻ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിൻ്റെ പ്രസംഗത്താലോ അങ്ങനെ ചെയ്യുന്നത്. അപ്പം അവിടെയും ചോദിക്കുകയാണ്, പരിശുദ്ധാത്മാവിനെ നൽകി വീര്യപ്രവൃത്തികൾ ചെയ്യുന്നവൻ നിങ്ങളുടെ എന്തെങ്കിലും പ്രവൃത്തികൾ കണ്ടിട്ടാണോ അത് ചെയ്യുന്നത്, അതോ വിശ്വാസത്തിൻ്റെ പ്രസംഗത്താലാണോ അത് ചെയ്യുന്നത്? ഇനി അതിൻ്റെ 13, 14 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്നെഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നമ്മെ വിലയ്ക്ക് വാങ്ങി അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിക്കേണ്ടതിന്. അപ്പം ആത്മാവ് നമുക്ക് ലഭിക്കുന്നത്, പരിശുദ്ധാത്മാവ് നമുക്ക് ലഭിക്കുന്നത് വിശ്വാസത്താലാണ്. നാം വിശ്വസിക്കുമ്പോഴാണ്. മറക്കരുത്. അപ്പം നിങ്ങൾ പുതിയ നിയമത്തിലെ മുഴുവൻ ഭാഗങ്ങളും ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. എല്ലായിടത്തും നമ്മൾ മനസ്സിലാക്കുന്നത് വിശ്വാസികളായിട്ടുള്ള എല്ലാവരുടെയും ഉള്ളിൽ ആരുണ്ട്? പരിശുദ്ധാത്മാവുണ്ടെന്നാണ്. പരിശുദ്ധാത്മാവില്ലാത്ത ഒരു വിശ്വാസി, അത് പുതിയ നിയമത്തിൽ അങ്ങനെ ഒരു ചിത്രം നമുക്കില്ല. പരിശുദ്ധാത്മാവ് എല്ലാവരിലും ഉണ്ട്. എല്ലാ വിശ്വാസികളിലും പരിശുദ്ധാത്മാവുണ്ട്, ദൈവം നൽകിയിരിക്കുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ എഫേസ്യ ലേഖനത്തിൽ നമ്മൾ വായിച്ചത്, നാം വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്തപ്പോൾ അവൻ തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ മുദ്രയിട്ടിരിക്കുന്നു എന്നാണ് വായിച്ചത്. ഇനി എന്താണ് നാം കേട്ടത്? അപ്പം അവിടെ നിങ്ങൾ കേട്ടു എന്നൊരു പ്രയോഗമുണ്ട്. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം ഞാൻ ഒന്നുകൂടെ വായിക്കാം. അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട്. അപ്പം വിശ്വസിക്കുന്നതിന് മുൻപ് നിങ്ങൾ എന്ത് ചെയ്തു? ഒരു സത്യവചനം നിങ്ങൾ കേട്ടു. യു ഹാവ് ഹേർഡ് ദ വേർഡ് ഓഫ് ട്രൂത്ത്. നിങ്ങളൊരു സത്യവചനം കേട്ടു. സത്യവചനം. എന്താ സത്യവചനം എന്ന് പറഞ്ഞാൽ? എന്താണ് സത്യം? സത്യവചനം എങ്ങനെയാണ് വന്നത്? നോക്കൂ, യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിലേക്കൊന്ന് വരാമോ? യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നൊരു വാക്കുണ്ട്. അവിടെ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്. എന്താണ്? ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു, കൃപയും സത്യവും യേശു മുഖാന്തരം വന്നു. അപ്പം സത്യവചനം, ദ വേർഡ് ഓഫ് ട്രൂത്ത്, ആ സത്യം എങ്ങനെയാണ് ഈ ലോകത്തിലേക്ക് വന്നത്? ഇറ്റ് ഈസ് ത്രൂ ജീസസ്. യേശു മുഖാന്തരമാണ്, യേശുവിലൂടെയാണ് ആ സത്യം ഈ ലോകത്തിലേക്ക് വന്നത്. സോ നമുക്കൊരിക്കലും സത്യത്തെ യേശുവിൽ നിന്ന് വേർതിരിച്ച് കാണാനായിട്ട് കഴിയില്ല. ഞാനിതിലേക്ക് വരാം. അപ്പം സത്യം യേശു മുഖാന്തരമാണ് ഈ ലോകത്തിലേക്ക് വന്നത്.
യേശു മുഖാന്തരമാണ് വന്നത്. ഇനി യോഹന്നാൻ്റെ സുവിശേഷം തന്നെ 18-ാം അധ്യായത്തിലേക്കൊന്ന് വരാമോ? അതിൻ്റെ അവസാന ഭാഗം യോഹന്നാൻ്റെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 37 മുതൽ 37-38 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. പീലാത്തോസ് അവനോട്, എന്നാൽ നീ രാജാവ് തന്നെയല്ലോ എന്ന് പറഞ്ഞതിന് യേശു, നീ പറഞ്ഞതുപോലെ ഞാൻ രാജാവ് തന്നെ. സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് ഞാൻ ജനിച്ചു, അതിനായി ലോകത്തിൽ വന്നുമിരിക്കുന്നു. സത്യതൽപരനായവനെല്ലാം എൻ്റെ വാക്ക് കേൾക്കുന്നു. അപ്പം യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു, കൃപയും സത്യവും യേശു മുഖാന്തരം വന്നു എന്ന് പറയുമ്പോൾ 18:37 കർത്താവ് പറയുകയാണ്, ഞാൻ സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിനാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത്. സത്യത്തിന് സാക്ഷി നിൽക്കുവാൻ, അതിനാണ് ഞാൻ ജനിച്ചത്, അതിനാണ് ഞാൻ ലോകത്തിൽ വന്നിരിക്കുന്നത്. എന്താ അതിൻ്റെ അർത്ഥം? എൻ്റെ മിഷൻ എന്ന് പറയുന്നത്, എൻ്റെ ദൗത്യമെന്ന് പറയുന്നത്, എൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് സത്യത്തിന് സാക്ഷ്യം വഹിക്കുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം. ദാറ്റ് ഈസ് മൈ മിഷൻ. അതാണ് എൻ്റെ ഉത്തരവാദിത്വം, അതാണ് എൻ്റെ ദൗത്യം. അതിനാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത്. എന്നിട്ട് പറയുക, സത്യതൽപരനായവനെല്ലാം എൻ്റെ വാക്ക് കേൾക്കുന്നു. ആരൊക്കെങ്കിലും സത്യമറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അവൻ എൻ്റെ വാക്ക് കേൾക്കണം. നിങ്ങൾക്ക് സത്യം എന്താണെന്നറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒരു വ്യക്തിയുടെ അടുത്ത് പോയിട്ടും ഒരു പ്രയോജനവുമില്ല. യേശുവിൻ്റെ അടുക്കലേക്ക് വന്ന് യേശുവിൻ്റെ വാക്കുകൾ കേട്ടെങ്കിൽ മാത്രമേ സത്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയൂ. സത്യതൽപരനായവനെല്ലാം എൻ്റെ വാക്ക് കേൾക്കുന്നു. ഉടനെ 38-ാം വാക്യത്തിൽ പീലാത്തോസ് യേശുവിനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. പീലാത്തോസ് അവനോട്, സത്യം എന്നാൽ എന്ത് എന്ന് പറഞ്ഞു. വാട്ട് ഈസ് ട്രൂത്ത്? എന്താണ് സത്യം? ഒരു ന്യായാധിപനായിട്ടിരിക്കുന്ന ഒരു വ്യക്തി, എനിക്കത് വായിച്ചിട്ട് ചിലപ്പം ചിരിയും സഹതാപവും ഒക്കെ വരാറുണ്ട്. കാരണം ഇപ്പോൾ പീലാത്തോസ് അവിടെ ഒരു ന്യായാധിപനായിട്ട്, ഒരു ജഡ്ജായിട്ടിരിക്കുക ചെയ്യുന്നത്. എന്നിട്ട് ആ ന്യായാധിപനായിട്ടുള്ള വ്യക്തി അവൻ തൻ്റെ മുമ്പിൽ കുറ്റക്കാരനായിട്ട് കൊണ്ടുവന്ന് നിർത്തപ്പെട്ടിരിക്കുന്ന വ്യക്തിയോട് ചോദിക്കുകയാണ്, വാട്ട് ഈസ് ട്രൂത്ത്? എന്താണ് സത്യം? ഞാൻ ചോദിക്കുന്നത്, മോനെ, നിൻ്റെ ജോലി എന്താ? നീ ഒരു ന്യായാധിപനല്ലേ? ന്യായാധിപൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സത്യവും കള്ളവും തിരിച്ചറിഞ്ഞ് ഇതാണ് സത്യമെന്ന് വിധി പുറപ്പെടുവിക്കേണ്ടവനല്ലേ നീ? ഇപ്പോഴും നീ ആ ന്യായാസനത്തിലിരിക്കുമ്പോൾ നിന്റെ ദൗത്യം അതല്ലേ? എന്നിട്ടും നിനക്ക് സത്യമെന്താണെന്നറിയില്ല. അപ്പം സത്യമെന്താണെന്നറിയാമെന്നും ഞാൻ സത്യമെന്താണെന്ന് വിധി പറയാമെന്നും ഭാവിച്ചിരിക്കുന്ന പീലാത്തോസ് യേശുവിൻ്റെ മുമ്പിൽ വന്ന് പെട്ടപ്പോൾ അവൻ പറയുകയാ, ആക്ച്വലി എനിക്ക് സത്യമെന്താണെന്ന് അറിയില്ല, ഞാനങ്ങനെ ഭാവിക്കുന്നേ ഉള്ളൂ. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. യേശുവിൻ്റെ അടുത്ത് നിങ്ങളുടെ ഭാവവും ബുദ്ധിജീവി പ്രകടനങ്ങളുടെ ഒന്നും ആവശ്യമില്ല. നിങ്ങളുടെ മനസ്സിനകത്തുള്ള ആ ശൂന്യത, നിങ്ങളുടെ മനസ്സിനകത്തുള്ള ആ എംപ്റ്റിനെസ്, നിങ്ങളുടെ മനസ്സിനകത്തുള്ള ആ വാക്വം, അത് യേശുവിൻ്റെ മുമ്പിൽ നിങ്ങൾക്ക് തുറന്നു പറയാം. കാരണം യേശു ഒരിക്കലും നിങ്ങളെ ലുക്ക് ഡൗൺ ചെയ്യത്തില്ല. അതാൻ്റെ യേശുവിൻ്റെ പ്രത്യേകത. വേറെ ആരുടെ, ഇപ്പം എൻ്റെ അടുത്ത പീലാത്തോസ് ആ ചോദ്യം ചോദിച്ചതെങ്കിൽ ഞാനിപ്പോൾ ചോദിച്ച ആ ചോദ്യം ഞാൻ പീലാത്തോസിൻ്റെ മുഖത്തേക്ക് ചോദിക്കും, പിന്നെ താൻ എന്തിനാ അവിടെ ഇരിക്കുന്നതെന്ന് ചോദിക്കും. സത്യം എന്താണെന്ന് അറിയാത്ത താനാണോ? തെറ്റും ശരിയും സത്യവും കള്ളവും വേർതിരിച്ച് ന്യായം വിധിക്കാനായിട്ടിരിക്കും താനാണോ? എഴുന്നേറ്റ് പോടോ എന്ന് ഞാൻ പറയും. ബട്ട് ജീസസ് വിൽ നെവർ സേ ലൈക്ക് ദാറ്റ്. യേശു ഒരിക്കലും അങ്ങനെ പറയത്തില്ല. യേശു ഒരിക്കലും അങ്ങനെ പറയത്തില്ല. അപ്പോൾ പീലാത്തോസ് അവനോട് ചോദിക്കുക, വാട്ട് ഈസ് ട്രൂത്ത്? സി,
Even the judges of this world, they do not know what is the real truth, what the real truth is. ഇവിടുത്തെ ന്യായാധിപന്മാർക്കും ഇവിടുത്തെ പണ്ഡിതന്മാർക്കും ഇവിടുത്തെ ശാസ്ത്രജ്ഞന്മാർക്കും ഇവിടുത്തെ ബുദ്ധിജീവികൾക്കും ഒന്നും ഇന്നും പിടികിട്ടിയിട്ടില്ലാത്ത ഒരു സത്യമാണ് എന്താണ് സത്യമെന്നുള്ളത്. ഇവിടെയാ ലോകത്തിൻ്റെ പരാജയം. അധികാരമുണ്ട്, പഠനമുണ്ട്, സമ്പത്തുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ വാട്ട് ഈസ് ട്രൂത്ത്, എന്താണ് സത്യം അറിയില്ല. നോക്കൂ, ഇന്നത്തെ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ശാപം അതല്ലേ? എന്തുകൊണ്ട് വിദ്യാഭ്യാസവും യോഗ്യതകളും അധികാരങ്ങളുമൊക്കെയുള്ള നമ്മുടെ ബ്യൂറോക്രസി, നമ്മുടെ ഉദ്യോഗവൃന്ദം എന്തുകൊണ്ട് അഴിമതിയുടെ പുറകെ പോകുന്നു? എന്തുകൊണ്ട് ഭരണചക്രം തിരിക്കുന്ന അധികാരമുള്ള അധികാരിവർഗം എന്തുകൊണ്ട് അഴിമതിയുടെ പുറകെ പോകുന്നു? എന്തുകൊണ്ട് അവർ സത്യത്തിൻ്റെ ഭാഗത്ത് നിൽക്കുന്നില്ല? ഇന്ന് വിദ്യാഭ്യാസമുള്ള ബുദ്ധിജീവികളായിട്ടുള്ള എത്രയോ ചെറുപ്പക്കാർ മതതീവ്രവാദത്തിൻ്റെയും ഭീകരവാദത്തിൻ്റെയും ഒക്കെ പുറകെ പോകുമ്പോൾ നമുക്ക് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്: എന്തുകൊണ്ട് അവർക്ക് സത്യമെന്തെന്ന് മനസ്സിലാകുന്നില്ല? നോ, the knowledge of this world will not reveal the truth to you. ഈ ലോകത്തിൻ്റെ ജ്ഞാനം, വിദ്യാഭ്യാസം, പണം, പ്രശസ്തി ഒന്നും സത്യമെന്താണെന്ന് നമുക്ക് വെളിപ്പെടുത്തി തരത്തില്ല. For that, if you want to know the truth, please do come to Jesus. സത്യമെന്തെന്നറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ യേശുവിൻ്റെ അടുത്ത് വന്നേ പറ്റത്തുള്ളൂ. പിലാത്തോസ് ചോദിക്കുക, വാട്ട് ഈസ് ട്രൂത്ത്? എന്താ സത്യം? എന്താ സത്യം? പക്ഷേ എൻ്റെ യേശു ആ ചോദ്യം ചോദിക്കപ്പെടുന്നതിന് മുൻപേ അതിനുള്ള മറുപടി പറഞ്ഞു കഴിഞ്ഞതാ. എന്താണ്? ഞാൻ 2 വാക്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ യേശു തൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ താൻ പറയുന്ന ഒരു കാര്യമുണ്ട്. നമുക്കൊക്കെ പരിചയമുള്ള ഒരു വാക്യമാണ്. എന്താണ്? യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം. അവിടെ വായിക്കുന്നു, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിൻ്റെ വചനം സത്യമാകുന്നു. നിൻ്റെ വചനമാണ് സത്യം. വാട്ട് ഈസ് ട്രൂത്ത്? ദ വേർഡ് ഓഫ് ഗോഡ് ഈസ് ദ ട്രൂത്ത്. ദൈവത്തിൻ്റെ വചനമാണ് സത്യം. ദൈവത്തിൻ്റെ വചനമാണ് സത്യം. സത്യം നിൻ്റെ വചനമാണ്. സോ നമ്മുടെ കയ്യിൽ എഴുതപ്പെട്ട ഈ തിരുവെഴുത്ത്, ദൈവത്തിൻ്റെ വചനം നമ്മുടെ കൈകളിലിരിക്കുമ്പോൾ സത്യമന്വേഷിച്ച് മറ്റൊരിടത്തും പോകേണ്ട ആവശ്യമില്ല. Thy word is the truth. The scriptures are the truth. തിരുവെഴുത്തുകളാണ് സത്യം. തിരുവെഴുത്തുകളാ സത്യം. വേറെ ഒരിടത്തും നിങ്ങൾ അലഞ്ഞു തിരിയേണ്ട ആവശ്യമില്ല. ഒരു സിദ്ധൻ്റെ അടുത്തും ഒരു പ്രവാചകൻ്റെ അടുത്തും ഒരു മന്ത്രവാദിയുടെ അടുത്തും ഒരത്ഭുതക്കാരൻ്റെ അടുത്തും പോകേണ്ട ആവശ്യമില്ല. കം ടു ദ വേർഡ്. ദൈവവചനത്തിലേക്ക് വരിക. അവിടെയാണ് സത്യം. അതാണ് സത്യം. ദ റിട്ടൺ വേർഡ് ഓഫ് ഗാഡ്. ദ റിട്ടൺ വേർഡ് ഓഫ് ഗാഡ്. എഴുതപ്പെട്ട ദൈവത്തിൻ്റെ വചനം. ഒറ്റ വാക്യം കൂടെ വായിച്ച് ഞാൻ ഈ ഭാഗം അവസാനിപ്പിക്കട്ടെ. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം. അത് നമുക്ക് സുപരിചിതമായിട്ടുള്ള ഒരു വാക്യമാണ്. അവിടെ നമ്മൾ പറയുകയാണ്, യേശു അവനോട്, ആരോട്? തോമസിനോട് പറയുക, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഐ ആം ദ ട്രൂത്ത്. ഞാനാണ് സത്യം. യേശു പറയുക, ഐ ആം ദ ട്രൂത്ത്. അപ്പം നമ്മൾ 1:17 നമ്മൾ വായിച്ചു, സത്യം യേശു മുഖാന്തരം വന്നു. 18:37 നമ്മൾ വായിച്ചു, യേശു സത്യത്തിന് സാക്ഷ്യം വഹിക്കുവാനായിട്ട് വന്നു. 14:6 യേശു പറയുന്നു, ഞാൻ തന്നെയാണ് സത്യം. ഞാൻ തന്നെയാണ് സത്യം. ആരാണ് യേശു? ദ ഇൻകാർണേറ്റ് വേർഡ്. വചനം ജഡമായി തീർന്നവൻ. അവനാണ് സത്യം. അവനാണ് സത്യം.
യോഹന്നാന്റെ സുവിശേഷം 17:17 ദ റിട്ടൺ വേർഡ് ഈസ് ദ ട്രൂത്ത്. ആൻഡ് ഇൻ 14:6 ദ ഇൻകാർണേറ്റ് വേർഡ് ഈസ് ദ ട്രൂത്ത്. യോഹന്നാന്റെ സുവിശേഷം 17:17 എഴുതപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ് സത്യമെന്ന് വിളിച്ചു പറഞ്ഞെങ്കിൽ, യോഹന്നാൻ 14:6 കർത്താവ് വിളിച്ചു പറഞ്ഞു, ജഡമെടുത്ത വചനമായ ഞാനാണ് സത്യം. ഞാൻ ഇന്ന് രാത്രി ഈ ക്ലാസ് കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഞാൻ പറയട്ടെ, ദർ ഈസ് നോ ട്രൂത്ത് എപ്പാർട്ട് ഫ്രം ജീസസ്, എപ്പാർട്ട് ഫ്രം ദ സ്ക്രിപ്ചേഴ്സ്. വചനത്തിനപ്പുറത്തൊരു സത്യമില്ല, യേശുവിനപ്പുറത്തൊരു സത്യമില്ല. എന്തുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഈ പലരും കാട്ടിക്കൂട്ടുന്ന പല കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇത് വേദപുസ്തകത്തിലില്ലാത്ത പരിപാടികളാണെന്നൊക്കെ നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ്? അവർ ചോദിക്കുന്നത് വേദപുസ്തകത്തിലുള്ളത് മാത്രമേ ചെയ്യാവൂ. അതെ, കാരണം ദർ ഈസ് നോ ട്രൂത്ത് എപ്പാർട്ട് ഫ്രം ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനത്തിന് പുറത്തൊരു സത്യം ഇല്ല. either it may be the written word or it may be the incarnate word. ഒന്നുകിൽ എഴുതപ്പെട്ട വചനം, അല്ലെങ്കിൽ ജഡമെടുത്തി ഭൂമിയിൽ വസിച്ച വചനം. അതിനപ്പുറത്തൊരു സത്യമില്ല. നിങ്ങളാരുമായിക്കൊള്ളട്ടെ, അതിനപ്പുറത്തൊരു സത്യമില്ല. സത്യം ഇവിടെയാണ്. എഫേസ്യർ നമ്മൾ വായിച്ചത്, ഈ സത്യവചനം നിങ്ങൾ കേട്ടു, ഈ സത്യവചനം നിങ്ങൾ കേട്ടു. ഞാൻ എൻ്റെ വാക്കുകൾ ഇന്നിവിടെ കൺക്ലൂഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. എന്താ നമ്മൾ പറഞ്ഞത്? നമ്മൾ പറഞ്ഞത് നമുക്കെപ്പോഴാണ് ആത്മാവിൻ്റെ മുദ്ര ലഭിച്ചത്? ഞാൻ പറഞ്ഞു, വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്തപ്പോൾ. എങ്ങനെ? സത്യവചനം കേട്ടിട്ട്, സത്യവചനം കേട്ടിട്ട്, സത്യവചനം കേട്ടിട്ട്. പ്രിയമുള്ളവരെ, യേശുവാണ് സത്യം. എഴുതപ്പെട്ട വേദപുസ്തകമാണ് സത്യം. സത്യതൽപരനായവൻ അതിലേക്ക് വരട്ടെ. യഥാർത്ഥത്തിൽ നീ സത്യമെന്തെന്നറിയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിലേക്ക് വരിക, അതിലേക്ക് വരിക. മറ്റൊരു വഴിയുമില്ല. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.